Namaste. Those who are new here, I'm Dr. Susan Kaurath, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രോഫി കിഡ്സ് ആണ്. അതായത് നിങ്ങളുടെ ട്രോഫി ചൈൽഡ്, അതായത് NPDയുടെ ട്രോഫി ചൈൽഡ്. എല്ലാ കുട്ടികളും നമ്മൾ നോക്കുകയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പേരൻസിന് ട്രോഫികൾ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ പെർഫോമൻസിൽ അവർ പല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഹാപ്പിനെസ് ഇല്ല എന്നല്ല, കുട്ടികളോട് നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും ഒരു പെർഫോം ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും അല്ലേ. അപ്പം നമ്മുടെ ഈഗോയും ഒന്ന് ഹൈ ആവും. അപ്പോൾ ഈ NPD എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ചുറ്റുപാടും നമുക്ക് ഒത്തിരി പേര് NPDസിൻ്റെ പല കാര്യങ്ങളും പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല. ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ല, അതിൻ്റെ ഡിസോർഡറിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മളൊരു ട്രോഫി ചൈൽഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രോഫി കിഡ് ഓഫ് എ നാർസിസിസ്റ്റിക് പേരന്റ് എന്ന് പറയുമ്പോൾ, അത് നമ്മൾ പറയുന്ന പോലെ ഗോൾഡൻ ചൈൽഡ് അല്ല, സ്കേപ്പ് ഗോഡ് ചൈൽഡും ആകണം നിർബന്ധമില്ല. ചിലപ്പോൾ അതൊരു ഗോൾഡൻ ചൈൽഡ് ആകാം, ഒരു സ്കേപ്പ് ഗോഡ് ചൈൽഡും ആകാം. അപ്പൊ ഇതിനകത്ത് ട്രോഫി കൊണ്ടുവന്നാൽ മാത്രം ആ കിഡിന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന പേരന്റ്, ഒരു നാർസിസിസ്റ്റിക് പേരന്റ് കാണും. അതുകൊണ്ടാണ് നമ്മളിവരെ ട്രോഫി ചൈൽഡ് എന്ന് പറയുന്നത്, ട്രോഫി കിഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ചിലപ്പോൾ അക്കാഡമിക് ബ്രില്യൻസിലായിരിക്കും അവർ ഭയങ്കരമായിട്ട് അക്കാഡമിക്കലി ഹൈ 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 അങ്ങനെ പോകുന്നവർ. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസിൽ കാണും, ഡാൻസ്, പാട്ട്, പിന്നെ ഫാഷൻ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ബ്യൂട്ടി ഇൻഡസ്ട്രീസിൽ, എവിടെയും സ്പോർട്സിൽ എല്ലാം നമുക്ക് ഈ ഒരു ട്രോഫി ചൈൽഡിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവരുടെ പേരൻസ് എപ്പോഴും ട്രോഫികളെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അത് അവിടെ അങ്ങനെ അച്ചീവ് ചെയ്തു, ഇവിടെ ഇങ്ങനെ അച്ചീവ് ചെയ്തു, ഇങ്ങനെ അച്ചീവ് ചെയ്തു, അങ്ങനെ അച്ചീവ് ചെയ്തു. അപ്പം ഈ ഒരു അച്ചീവ്മെൻറ്റും ട്രോഫികളും മാത്രമായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ സ്കേപ്പ് ഗോഡ് ചൈൽഡിനാണെങ്കിൽ ഇവർക്ക് വേറൊരു ഗോൾഡൻ ചൈൽഡ് ചിലപ്പോൾ വീട്ടിൽ കാണും. ആ കുട്ടിയായിരിക്കും അവർ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിനകത്തൊരു പാമ്പേർഡ് ചൈൽഡ്, അത് വേറൊരു കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇവരൊരു സ്കേപ്പ് ഗോഡ് ചൈൽഡ് ആയിരിക്കും. എല്ലാത്തിനകത്തും ഇവർ എപ്പോഴും ഇങ്ങനെ പേരൻസിനെ ഇങ്ങനെ പ്ലീസ് ചെയ്ത് നിർത്തണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ കുട്ടിയെ മാറ്റി നിർത്തുന്നു, പല കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്ത് നിർത്തുന്നു, മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന പല പ്രിവിലേജസും ഇവർക്ക് കൊടുക്കാതെ വരുന്നു. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണും സ്കേപ്പ് ഗോഡ് ചൈൽഡിൽ. പിന്നെ മറ്റു കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരുടെ റീസൺ കൊണ്ടാണ്, പേരൻസ് വരുന്ന പല കാര്യങ്ങളും ഇവരുടെ റീസൺ കൊണ്ടാണെന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഗോൾഡൻ ചൈൽഡ് ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ കെയർ ചെയ്യുന്നു, അവർക്ക് എല്ലാ കാര്യങ്ങളും ഇത് കൊടുക്കുന്നു. പക്ഷെ കണ്ടിന്യൂസ്ലി നീ ഗോൾഡ് ആയിരിക്കണം, എപ്പോഴും നീ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഫീലുണ്ട്. പക്ഷെ ഇവിടെ ട്രോഫി ചൈൽഡിൽ ഈ ഷൈൻ ചെയ്തുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തു, മോനെ നീയാണ് എൻ്റെ എല്ലാം, നീ കാരണമാണ് എനിക്ക് അങ്ങനെ, ഇതെല്ലാം അത് ആ ഗോൾഡൻ ചൈൽഡിന് കിട്ടും. പക്ഷെ ആ ഗോൾഡൻ ചൈൽഡ് എപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം, ഹൈ പെർഫോം ആയിട്ട് ഗോൾഡായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷെ ഈ ട്രോഫി ചൈൽഡിൽ ട്രോഫികൾ മാത്രമാണ്. ലാസ്റ്റ് ഈ കുട്ടിക്ക് ട്രോഫിയിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു ഇത് കാണും, ഓരോ ട്രോഫിയും എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് മാത്രമേ ഈ കുട്ടിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, വേറൊന്നും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ ട്രോഫി മുഴുവൻ ഈ കുട്ടി ഏൺ ചെയ്യുന്നത് ആ ട്രോഫി കിട്ടുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, ഒരു എൻകറേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹ, അല്ലെങ്കിൽ ഒരു മുഖം തെളിയുന്ന, പേരൻസിന്റെ മുഖം തെളിയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്താണ് പലപ്പോഴും ഈ പേരൻസ് കൊണ്ടുവരുന്ന ടെർമിനോളജീസ് ഒക്കെ വരുന്നത്. ഈയിടെ ഒരു സീരീസ് കണ്ടപ്പോൾ അതിനകത്തും പറയുന്ന ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്ലേസ് ഇസ് ദ ഫസ്റ്റ് പ്ലേസ് ഓഫ് എ ലൂസർ എന്ന് പറയുന്ന രീതിയിൽ ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ട്രോഫിയിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഈവൻ ഗോൾഡിൽ കാണും, അത് അവരോട് പറഞ്ഞ് അവരെ ആ ഗോൾഡായിട്ട് ഷെയിൻ ചെയ്യിപ്പിച്ച് നിർത്താം. പക്ഷെ ട്രോഫിയിൽ എപ്പോഴും അവരൊരു സെക്കൻഡ്, ഒരു പൊടിക്ക് താഴെ വന്നാൽ ദേ വോണ്ട് അക്സെപ്റ്റ് ദിസ് ചൈൽഡ്. എന്നിട്ട് അപ്പം നമ്മൾ വിചാരിക്കും ട്രോഫി കൊണ്ടുവരുമ്പോൾ കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇല്ല, ട്രോഫിയുടെ സ്നേഹമുള്ളൂ, കുട്ടിയോടല്ല, ട്രോഫിയോട് മാത്രം. അപ്പം ആ ട്രോഫിയിൽ എന്തെങ്കിലും കളങ്കം പറ്റിയാൽ, ആ ട്രോഫി കൊണ്ടുവരുന്ന പ്രോസസ്സിൽ ആ കുട്ടി എവിടെയെങ്കിലും ഇച്ചിരി ഒന്ന് ഓക്കെ അതിന് ഫസ്റ്റ് കിട്ടിയെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഡാൻസർ ആണെങ്കിൽ ആ ഡാൻസ് ചെയ്ത് അതിന് ഫസ്റ്റ് പ്ലേസ് കിട്ടി ആ ഡാൻസിൽ. പക്ഷെ ആ ഡാൻസിൽ എവിടെയൊക്കെയോ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഈ പേരൻറ്റും ചിലപ്പോൾ അതിനകത്ത് എക്സ്പെർട്ട് ആയിരിക്കാം, കണ്ടുപിടിക്കുകയാണ്. ആ ട്രോഫി കൊണ്ടുവന്നേക്കാളും ഇതായിട്ട് ആ ക്രിറ്റിസിസം ആയിരിക്കും ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കുക. നീ അതങ്ങനെ ചെയ്തിട്ട് അതങ്ങനെ ശരിയായില്ല, ഇനി അവൻ്റെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അത് അവർക്ക് പിടിച്ചില്ലെങ്കിൽ, അവർക്കത് നന്നായി വന്നില്ലെങ്കിൽ, പിന്നെ ഈ പല ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ട്. അപ്പോൾ അവർ ഭരതനാട്യം അല്ലെങ്കിൽ നാടൻ ഡാൻസുകൾ, മോഹിനിയാട്ടം അങ്ങനെയുള്ളതുണ്ട്.
അതുപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പുകളുണ്ട്. ചിലപ്പോൾ ഇവർക്ക് വെസ്റ്റേൺ ടൈപ്പ് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിങ്സ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇവർക്ക് പിടിക്കത്തില്ല. പിന്നെ അത് എത്ര നല്ല രീതിയിൽ ആ കുട്ടി പെർഫോം ചെയ്താലും അതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അന്നേരം ആ ട്രോഫി ഈസ് ഫൈൻ, നിനക്ക് ട്രോഫിയൊക്കെ കിട്ടി, അതൊക്കെ ശരി, പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, നിന്നെ ഞാൻ ഇതിനല്ല വളർത്തി, ഇങ്ങനെയല്ല നിന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള രീതിയിലേക്കായിരിക്കും. എന്നിട്ട് ഈ ട്രോഫികൾ ഇപ്പൊ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ വിചാരിക്കും, അയ്യോ ട്രോഫി കിട്ടുമ്പോഴത്തേനും ഉണ്ടാകുന്ന അവരുടെ ഒരു 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 നമ്മളോടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവര് നല്ല രീതിയിൽ ട്രോഫി വാങ്ങിക്കാനും നോക്കും. അപ്പൊ ഈ ട്രോഫി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ മോനെ നന്നായി, വാവ്, അപ്പ ഈസ് വെരി ഹാപ്പി, അമ്മ ഈസ് വെരി ഹാപ്പി, യു ആർ സുച്ച് വണ്ടർഫുൾ, ഇതൊന്നും കേൾക്കില്ല. ട്രോഫി, യെസ്, ഗീവ് മീ ദ ട്രോഫി, യാ ദിസ് ട്രോഫി ഇസ് സംതിങ് ദാറ്റ് I want it from you. Okay, now you brought the trophy, I'm very happy. നീ ട്രോഫി കൊണ്ടുവന്നു, ഞങ്ങൾ ട്രോഫിയിൽ ഹാപ്പി ആയി. ആ കുട്ടിയുടെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാകൂല, വെൽഡൺ ഉണ്ടാകൂല. അടുത്ത പ്രാവശ്യത്തെ ട്രോഫിയിലേക്കായിരിക്കും പിന്നെ അവരെ കണ്ണുണ്ടാകുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കൂല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ട്രോഫി എടുത്തിട്ട് പേരൻസിന്റെ മനസ്സിൽ കാണുന്ന, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതിലായിരിക്കും ഈ കുട്ടി സ്റ്റക്കായി പോകുന്നത്. അതിൽ കണക്ട് ചെയ്യുന്നു. കാരണം കുട്ടികൾക്ക് എപ്പോഴും ആ ഒരു നർച്ചറിങ് ഫീല് വേണം, എന്നെ കെയർ ചെയ്യുന്നു എന്ന് വേണം, എന്നെ അപ്രൂവ് ചെയ്യുന്നു എന്ന് വേണം, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വേണം. അപ്പം അതിനകത്ത് അത് കിട്ടിക്കഴിയുമ്പോൾ ദേ ഓൺലി ഫോക്കസ് ഓൺ ദാറ്റ്. ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. പൈസ കൊണ്ടുവരുന്ന കുട്ടിയായിരിക്കാം ചിലപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ട്രോഫി, അതിനകത്ത് മണി കൊണ്ടുവരുന്നതിൻ്റെ ആ ട്രോഫിയിലായിരിക്കും കാര്യം. അല്ലാതെ അവരോട് മോനെ നീ അത്രയും പൈസ തന്നു, നീ ഇത്രയും ഹെൽപ്പ് ചെയ്തു ഞങ്ങളോട്, അങ്ങനത്തെ ഒന്നും ഈ കുട്ടിയോട് കാണത്തില്ല. എല്ലാം ട്രോഫിയാണ്. അച്ചീവ്മെന്റ്സ് ട്രോഫിയാണ്, അവാർഡ്സ് ട്രോഫിയാണ്, സ്കോർ ചെയ്യുന്ന മാർക്കുകൾ ട്രോഫിയാണ്, കിട്ടുന്ന വലിയ 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 ജോബ് പൊസിഷൻസ് ട്രോഫിയാണ്, കൊണ്ടുവരുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ട്രോഫിയാണ്. അങ്ങനെ ട്രോഫി എന്ന് പറയുന്ന അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ്, അതുപോലെ തന്നെ പെർഫോമേറ്റീവ് ഏരിയാസ്, അതുപോലെ തന്നെ സ്കോളേഴ്സ് ആകുമ്പോൾ നമ്മൾ പഠിച്ച് അങ്ങനെ കിട്ടുന്ന ഇതൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്നതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഹൈ കൊടുക്കുന്നതാണ് പേരൻസിന്. ആ ഹൈയിലാണ് കുട്ടി കൺസിഡർ ചെയ്യുന്നത്, ഓക്കെ മൈ പേരൻസ് ബിക്കം പ്രൗഡ് ആൻഡ് ദേ സോ മീ എന്നുള്ളതിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ട്രോഫി ചിൽഡ്രനകത്ത് വരുന്നത്, ഇപ്പം നിങ്ങൾ ഇന്നൊരു ട്രോഫി കൊണ്ടുവന്നു, ആ ട്രോഫി അന്നത്തേക്കേ ഉള്ളൂ പേരന്. അടുത്ത ട്രോഫി വന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഡൗൺ. നിങ്ങളെ പിന്നെ അവരെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്കില്ലാത്ത കുറ്റങ്ങൾ കാണത്തില്ല, പ്രശ്നങ്ങൾ എല്ലാം അങ്ങനെ ആയിരിക്കും. ട്രോഫികൾ കണ്ടിന്യൂസ്ലി ഈ കുട്ടി വിൻ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ ട്രോഫി ഡ്രോപ്പ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങനത്തെ ഒരു സംഭവം കാണില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ടില്ലേ ഒന്നും ഇതായില്ല, മറ്റേതാണ് മറിച്ചതാണ്, ഇതുവരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് എന്തോ കിട്ടി, ഇപ്പം കണ്ടില്ലേ. വലുതായി കഴിയുമ്പോൾ, അഡൾട്ടായി കഴിയുമ്പോഴത്തേനും പിന്നെ ഉണ്ടാകുന്നത് വേറൊരു ലെവൽ ഓഫ് അപ്രോച്ച് ആയിരിക്കും NBD പേരൻസിന്. കാരണം കൊച്ചിലെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടെ നിന്ന്, കൊച്ചിലെ ശരിയാണ്, ഈ കുട്ടികൾ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോഴത്തേനും ഈ ട്രോഫി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇതിൽ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. അഡൾട്ടായി കഴിയുമ്പോൾ ഇവർക്ക് ചില ചിന്തകളും, ഇവർ പുറത്തേക്കൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് ചില ഡിസപ്പോയിൻമെന്റ്സ് ഒക്കെ വന്നിട്ട് ഇവർ അപ്സെറ്റ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും കണ്ടോ, ഇതാണ് ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ. അപ്പം അവിടെയും ഈ NBD പേരൻസിന്റെ കാര്യമാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. NBD പേരൻസ് അവിടെയും നോക്കുന്നത് ഞാൻ എന്ന വ്യക്തി, കണ്ടോ ഞാനാണ് കാരണം, എനിക്കാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ആ ഒരു പീരീഡിൽ പോലും ഇപ്പോൾ ഉള്ള കുട്ടി എന്തുകൊണ്ട് അവൾ അച്ചീവ് ചെയ്യുന്നില്ല, എങ്കിൽ അവൻ അച്ചീവ് ചെയ്യുന്നില്ല, അവൻ എന്തുകൊണ്ടാണ്, എന്താണ് പറ്റിയത്, ആ കുട്ടി എത്രയും നല്ല പെർഫോമർ ആയിരുന്നല്ലോ, എവിടെയാണ് പ്രശ്നം വന്നത്, ഇതൊന്നും അല്ല നോക്കുന്ന. പകരം ഞങ്ങൾ ഇത്രയും സമയം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ കൺട്രോളിൽ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് അവരങ്ങനെ അച്ചീവ് ചെയ്യുന്നു. ഇവിടെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ കണ്ടില്ലേ ഡ്രോപ്പ് വരുന്ന കണ്ടില്ലേ, അപ്പൊ എന്നുള്ളതാണ് അവർ കൊടുക്കുക. അപ്പൊ എവിടെ ആയാലും വ്യക്തിയെ ഇവർ കൺസിഡർ ചെയ്യത്തില്ല, ഇവർ കൊണ്ടുവരുന്ന ട്രോഫികളെ മാത്രം, അച്ചീവ്മെന്റ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ ട്രോഫി ചൈൽഡിനെ ഒരു NBD പേരൻസ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ NBD പേരൻസ് പെരുമാറുക. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ നിന്ന് ട്രോഫി മാത്രമേ വേണ്ടൂ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. യു നീഡ് ടു റിയലി അനലൈസ് ദ സിറ്റുവേഷൻ വെരി വെൽ. എന്നിട്ട് അത് മിക്കവാറും ഒരു എക്സ്പേർട്ടിനൊക്കെ അത് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് എൻ്റെ പേരൻസ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് ഇടവരുത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ടുമായിട്ട് ഇരുന്നത് അനലൈസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ അബ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. സോ അബ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം. മിസ്യൂസ് അബ്യൂസിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ ലൈഫിൽ.
എന്നിട്ട് പ്രൊഫഷണലി ഏറ്റവും നല്ല രീതിയിലുള്ള ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം എല്ലാം പ്രഷ്യസ് ആണ്. അത് ഏറ്റവും നന്നായിട്ട് പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ്സിൽ ജീവിക്കാൻ നമ്മെ ദൈവമെല്ലാം അനുഗ്രഹിക്കട്ടെ.